വേങ്ങേരിയിലെ ഫ്ലൈ ഓവറോക്കി അടിപൊളിയിലെ ഒരു 10ഓളം ചെറിയ പില്ലർ ഉയർത്തി ഗർഡർ ലോഞ്ചിങ് കഴിഞ്ഞ് മെയിൻസിലൊക്കെ വാർപ്പിട്ട് കിടലം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ദേശീയപാത കോഴിക്കോട് ജില്ലയിലെ തൊണ്ടയാട് ഫ്ലൈ ഓവറിൻ്റെ ഇവിടുന്ന് മുഖവൂർ അണ്ടർപാസ് വരെയുള്ള ഒരു വീഡിയോ കേട്ടോ. തൊണ്ടയാട് ഫ്ലൈ ഓവറിൻ്റെ മുകളിലെ വർക്കുകളൊക്കെ മുന്നേ നമ്മൾ കാണിച്ചതാണ്. ഹൈലൈറ്റ് മാളിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് തൊണ്ടയാട് വരെയുള്ള അവിടുത്തെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ടാറിംഗ് വർക്ക് കഴിഞ്ഞ് വാഹനങ്ങൾ ഓടുന്ന രീതിയിലേക്ക് തൊണ്ടയാട് ഫ്ലൈ ഓവറിൻ്റെ പണികൾ പൂർത്തീകരിച്ച് കഴിഞ്ഞ് ഇവിടുന്ന് അങ്ങോട്ട് മലാപ്പറമ്പിലാണ് ഒരു അണ്ടർപാസ്. അതിൻ്റെ വർക്കുകളൊക്കെ എത്രത്തോളം എത്തി എന്നുള്ളത് നമുക്ക് പോയി നോക്കാം ഗായ്സ്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് 6 വരിയുടെ ടാറിംഗ് വർക്ക് ഏകദേശം പകുതിയിലേറെ ഇതിൻ്റെ പണികൾ നടന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ചിലയിടങ്ങളിലൊക്കെ സൈഡ് വാളിൻ്റെ അതുപോലെ സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാലാപ്പറമ്പ് കഴിഞ്ഞാൽ വേങ്ങരയിലാണ് ഒരു ഫ്ലൈ ഓവർ, അതിൻ്റെ തൂണുകളുടെ വർക്ക് ഒരു ഭാഗത്ത് 3 ലൈനിലേക്കുള്ള ഫ്ലൈ ഓവറിൻ്റെ മുകളിലെ മെയിൻസിലൊക്കെ വാർപ്പ് കഴിഞ്ഞിട്ടുണ്ട്. തൊട്ടടുത്തുള്ള വർക്കുകൾ വളരെ തകറിലാണ് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എത്രത്തോളമാണ് മുഖവൂർ വരെയുള്ള പുതിയ വർക്കുകളെല്ലാം കാണാം. ഇവിടെ നിന്ന് നോക്കി നിങ്ങൾ 6 വരിയുടെ അടിപൊളി കാഴ്ചല്ലേ. സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് അതുപോലെ സൈഡിലെ ഒരു ഭാഗത്തേക്കുള്ള ബാരിയറിൻ്റെ വർക്കുകളൊക്കെ ആയിട്ടില്ല കേട്ടോ. തൊട്ടടുത്ത് നേരെ ഓപ്പോസിറ്റുള്ള വർക്കുകളൊക്കെ കഴിഞ്ഞു. അങ്ങനെ ചിലയിടത്ത് പണികൾ പൂർത്തീകരിച്ചതും പണികൾ നടന്നുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള കാഴ്ചകളൊക്കെയാണ് ഇവിടെ തന്നെ കാണാനുള്ളത്. അപ്പോൾ അടിപൊളിയായിട്ടുണ്ടോ. കോഴിക്കോട് ജില്ലയിൽ തന്നെ ഈ റീച്ചിലാണ് ഏറ്റവും കൂടുതൽ ടാറിംഗ് വർക്കുകളൊക്കെ ഏകദേശം പൂർത്തീകരിച്ച ഒരു ഏരിയയും കൂടി കേട്ടോ. അപ്പോൾ എത്രത്തോളമാണുള്ള വർക്കുകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ വൈറ്റ് അടിച്ചിട്ടുണ്ട്, ബാരിയറുള്ള വൈറ്റ് അടിച്ചിട്ടുണ്ട്. സെൻട്രൽ ഡിവൈഡർ നോക്കുകയാണെങ്കിൽ ഡിവൈഡറിനൊക്കെ വൈറ്റ് അടിച്ച് പോയിട്ടുണ്ടാവും. ടാറിങ് കഴിഞ്ഞ് ഇനി ഫിനിഷിങ് വർക്ക് അതുപോലെ 3 ലൈനിക്കുള്ള ട്രാക്ക് ഇട്ട് വരുന്ന വർക്കുകളൊക്കെയാണ് ഇനി ഇവിടെ നടക്കാൻ കേട്ടോ. അപ്പോൾ അതിമനോഹരമായിട്ടുള്ള ടാറിംഗ് വർക്ക് കഴിഞ്ഞ ഒരു ഏരിയയ്ക്കുള്ള കിടലം യാത്രയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മലാപ്പറമ്പ് ഏകദേശം എത്താറായിട്ടുണ്ട്. അപ്പോൾ മലാപ്പറമ്പ് അണ്ടർപാസിൻ്റെ വർക്കുകൾ എത്രത്തോളമായി എന്നൊക്കെ നമുക്ക് കാണട്ടോ. ഇനി ഇവിടെ നിന്ന് കുറച്ചും കൂടി കഴിഞ്ഞാൽ 6 വരിയുടെ ടാറിംഗ് വർക്കുകളൊക്കെ കിലോമീറ്ററുകളോളം പണികൾ പൂർത്തീകരിച്ചെന്ന് പറയട്ടോ. 2 ഭാഗത്തെ സൈഡിൻ്റെ വാളും സെൻട്രൽ ഡിവൈഡറൊക്കെ ഉണ്ട്. വൈറ്റ് അടിച്ച് എത്രയോ കിലോമീറ്റർ അതിൻ്റെ പണികൾ പൂർത്തീകരിച്ച ഏരിയയിൽ കൂടെ നമുക്ക് കടന്നു പോട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിരിക്കും, നല്ല വീതിയും വിസ്താരമുള്ള അടിപൊളി റോഡിലെ നോക്കി നിങ്ങൾ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കി അത് കുറച്ചുണ്ട് നമ്മളൊന്ന് സ്പീഡിൽ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയിട്ട് ഇനി അടിപൊളിയായിട്ട് റോഡ് 2 ഭാഗത്തെ ബാരിയറും അതിൽ സെൻട്രൽ ഡിവൈഡറും ടാറിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞ് എത്രയോ ദൂരം. നമുക്കറിയാം KMC കമ്പനി വളരെ പിറകോട്ടായിരുന്നത് ആദ്യ തുടക്ക സമയത്ത് നമ്മൾ വീഡിയോ സമയത്തൊക്കെ പരാതിപ്പെട്ടിരുന്നു, വളരെ പുറകിലായിരുന്നു. ഇപ്പോൾ വളരെ ഉഷാറാട്ടോ. ഈ ഭാഗത്തൊക്കെ നോക്കി എല്ലാ പണികളും പൂർത്തീകരിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഒരുപാട് കമ്പനികൾ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. KNRCL കമ്പനി, KMC കമ്പനി, വാഗാർഡ്, ശിവാലയ, അങ്ങനെ ഒരുപാട് കമ്പനിയുടെ വർക്കുകൾ നമ്മൾ കാണിച്ചിരുന്നല്ലേ. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെ പിറകോട്ടുള്ള ജില്ല വളരെ ഉഷാറായിട്ട് റോഡിൻ്റെ പണികളൊക്കെ വളരെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നൊരു കാഴ്ചയാണ് നമ്മൾ കോഴിക്കോട് ജില്ലയിലേക്ക് പ്രവേശിച്ചപ്പോൾ കാണാൻ പറ്റിയത്. അപ്പോൾ ചിലയിടങ്ങളിലൊക്കെ ഈ വയൽ പ്രദേശങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ബ്ലോക്ക് പതിച്ചുയർത്തി ഇവിടെ പാനൽ ഉപയോഗിച്ചൊക്കെയാണ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതുപോലെ ബ്ലോക്ക് പതിച്ചുയർത്തി വരുന്ന ആ കാലതാമസം. അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം വളരെ തകൃതിയിലാണ് ഈ ഭാഗത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ 3 ലൈനിക്കാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. നേരെ ഓപ്പോസിറ്റിൻ്റെ വർക്കുകൾ നടക്കാട്ടോ. കണ്ടില്ല, അവിടെയൊക്കെ വാളിൻ്റെ സൈഡ് വാളിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ടാറിംഗ് വർക്കാണ് നടക്കാനുള്ളത്. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് മാലാപ്പറമ്പിലെ ഓവർപാസിൻ്റെ വർക്കുകൾ അതുപോലെ സിഗ്നൽ ഭാഗത്തുള്ള അവിടെ നിന്ന് അങ്ങോട്ടുള്ള വർക്കുകളൊക്കെ എത്രത്തോളം ആയി എന്നുള്ളതാണ് നിങ്ങളെ കാണിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് മലാപ്പറമ്പിലെത്തിയിട്ട് നിങ്ങളെ കാണിക്കട്ടോ. അപ്പോൾ ഗായ്സ്, നമ്മൾ മലാപ്പറമ്പെത്തി. ഇവിടെയാണ് കോഴിക്കോട് ജില്ലയിലെ ഈ ഭാഗത്തൊക്കെ വീഡിയോ നമ്മൾ നിങ്ങളെ കാണിച്ചിട്ട് 6 മാസത്തിൽ ഏറായിട്ടുണ്ടാവും. പക്ഷേ ഇവിടെയൊക്കെ അന്ന് വന്നതിലൊക്കെ നല്ല മാറ്റം കേട്ടോ. ഇവിടുന്ന് ആ അങ്ങാടികളും കച്ചവട സ്ഥാപനമൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാട്ടോ കാണാൻ പറ്റുന്നതൊക്കെ. എത്രയോ ഉയരത്തിൽ നിന്നാണ് മണ്ണ് താഴ്ചയിലെടുത്തിട്ടുള്ളത്. ഇവിടെയൊക്കെ 6 വരി പാതയുടെ ടാറിംഗ് വർക്കുകളൊക്കെ ഏകദേശം ആയി വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലെങ്കിൽ ആ ഭാഗത്ത് നോക്കി നേരെ ഓപ്പോസിറ്റ് എത്രയോ ഉയരത്തിൽ നിന്നാണ് മണ്ണ് കട്ട് ചെയ്ത് താഴ്ത്തി ഇറക്കി. ഈ ഭാഗത്തൊക്കെ അതിൻ്റെ പണികൾ അവസാന ഘട്ടത്തിലാട്ടോ. അങ്ങനെ നമ്മൾ മലാപ്പറമ്പ് ജംഗ്ഷനിൽ എത്താൻ പോവുകയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് വേങ്ങരി, അത് മാളിക്കടവ്, അങ്ങനെ മുഖവൂർ, ആ ഏരിയയിലെ വർക്കുകളൊക്കെ ഇന്നത്തെ വീട്ടിൽ നിങ്ങളെ കാണിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടോ, മലാപ്പറമ്പിലെത്തി. കണ്ടു നോക്കാം. ഇവിടെ നേരെ റൈറ്റ് സൈഡിലേക്ക് നോക്കി അവിടെയൊക്കെ എക്സ്കവേറ്റർ ഉപയോഗിച്ച് മണ്ണ് ഇനിയും വർക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങോട്ട് നോക്കി ആ ഏരിന്നൊക്കെ താഴ്ചയിൽ സൈഡ് ഈ വാളിനും വേണ്ടി കുറേ താഴ്ചയിൽ മണ്ണെടുത്ത് കോൺക്രീറ്റ് ഫൗണ്ടേഷൻ കോൺക്രീറ്റ് ഇട്ടിട്ട്
കോൺക്രീറ്റ് വാള് അല്ലെങ്കിൽ കോൺക്രീറ്റ് പാനലൊക്കെയാണ് ഇവിടെ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് മുന്നോട്ട് പോകുമ്പോൾ ആ ഏരിയയിൽ എന്താണ് വർക്ക്, പാനലാണോ കോൺക്രീറ്റ് വാളാണോ ബ്ലോക്കാണോ എന്നുള്ളതൊക്കെ നമുക്ക് കാണട്ടോ. അപ്പോൾ അങ്ങനെ വേങ്ങരി ജംഗ്ഷൻ ഭാഗത്തെത്തി. ഇവിടെ നല്ലൊരു എന്താ പറയുക ബ്ലോക്കുള്ളൊരു ഏരിയയാണ് ഏത് സമയത്തും. അപ്പോൾ ഇവിടെയാണ് ഒരു ഓവർപാസ് വരുന്നത്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടാട്ടോ. അപ്പോൾ അതിൻ്റെ വർക്കുകളൊന്നും കാര്യമായിട്ട് വർക്കുകളൊന്നും ആയിട്ടില്ല. രണ്ട് ഭാഗത്തും സൈഡിൽ മണ്ണെടുത്ത് വരുന്ന വർക്കുകളാണ് നമുക്ക് കാണാൻ പറ്റിയത്. അപ്പോൾ ഈ സിഗ്നൽ കടന്നു കേട്ടോ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടാണ് ഞാൻ എൻ്റെ വർക്കുകൾ. അപ്പോൾ കാര്യമായിട്ട് അതിൻ്റെ വർക്കുകളൊന്നും തുടങ്ങി 2 ഭാഗത്തും 6 വരിപ്പാതൊക്കെ ലെവലാക്കി എടുത്തു എന്നല്ലാതെ പുതുതായിട്ടുള്ള ഒരു ഓവർപാസിൻ്റെ വർക്കുകൾ തുടങ്ങിയിട്ടില്ല. എന്തായാലും ഇവിടെ ഒരു ഓവർപാസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മലാപ്പറമ്പ് കഴിഞ്ഞു, ഇനി അടുത്ത ജംഗ്ഷൻ വേങ്ങേരിയിലെ ആ ഭാഗത്തെ വർക്കുകളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇവിടെ കണ്ടില്ലേ നിങ്ങൾ, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആ ഉയരത്തിൽ നിന്ന് മണ്ണ് താഴ്ചയിലെടുക്കാൻ കേട്ടോ. അപ്പോൾ ഈ ഭാഗത്ത് ഇപ്പോൾ വാഹനങ്ങളൊക്കെ താൽക്കാലികമായിട്ട് നിലവിലുള്ള റോഡിനും അതുപോലെ പുതിയതായിട്ട് മണ്ണെടുത്ത ഭാഗത്തു കൂടി അങ്ങോട്ട് പാസ് ചെയ്യുന്നത്, ആ ഉയർന്ന ഭാഗത്ത് നിന്ന് മണ്ണെടുത്ത് മാറ്റി വരാനുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് വീണ്ടും ഇനി 6 വരിപ്പാതിലെ ടാറിംഗ് വർക്ക് കഴിഞ്ഞ് ഏരിയയിലൂടെയൊക്കെയാണ് നമ്മൾ കടന്നു പോകാനുള്ളത്. അപ്പോൾ പുതിയ വർക്കുകൾ വേങ്ങേരി വരെ എത്രത്തോളമാണ് പുതിയ വർക്കുകളൊക്കെ നിങ്ങളെ കാണിക്കട്ടോ. ഇവിടെയൊക്കെ ഇങ്ങനെ അടുപ്പിച്ച് കുറഞ്ഞ്, അതായത് ഒരു 3 മീറ്റർ അല്ലെങ്കിൽ 4 മീറ്റർ വീതിയിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിവൈഡർ വെച്ച് പോയിട്ടുണ്ട്, വാഹനങ്ങൾ അങ്ങോട്ടും കടത്തി വിടുന്നതിന് വേണ്ടി. അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് അടിപൊളി കേട്ടോ. ഇവിടെയൊക്കെ ഉയർത്തി വന്നൊരു ഏരിയയും കൂടി കണ്ടില്ലേ. ഇവിടെയൊക്കെ അതിൻ്റെ വർക്കുകൾ അവസാന ഘട്ടത്തിലാണ് സുഹൃത്തുക്കളെ. ഇവിടെയൊക്കെ ഡിവൈഡറിൽ അടുപ്പിച്ചിട്ട് നമുക്ക് വാഹനങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടെ പോകുന്നതിന് വേണ്ടി വളരെ അടുപ്പിച്ചാണ് ഡിവൈഡറിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ വേങ്ങരിയിലെ ഫ്ലൈ ഓവറിൻ്റെ വർക്കുകൾ അത് എത്രത്തോളം എത്തി എന്നുള്ള നിങ്ങളെ കാണിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്തെത്തി നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഗായ്സ്, ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന നേരെ ലെഫ്റ്റ് ഭാഗത്ത് ഗർഡറുകൾ. ഇത് വേങ്ങരി ഫ്ലൈ ഓവറിൻ്റെ ഒരു ഭാഗത്താണ് ഇപ്പോൾ അവിടെ വർക്ക് പൂർത്തീകരിച്ചിട്ടുള്ളത്. മെയിൻസിലൊക്കെ വാർപ്പിട്ട് ഗർഡർ വെച്ചതിന് ശേഷം മെയിൻസിലെ വാർപ്പിട്ട് അതിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ച് ഇപ്പോൾ അതിൻ്റെ അടിയിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. നേരെ ഓപ്പോസിറ്റിൽ അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഗർഡറുകളൊക്കെ ഞാൻ ആ ഭാഗത്തേക്കുള്ളതാണ് കേട്ടോ. അതുപോലെ ഇവിടെ നിന്ന് അങ്ങോട്ട് കാണാൻ നമുക്ക് സെൻട്രൽ ഡിവൈഡറൊക്കെ പെയിൻ്റ് അടിച്ച്, അതുപോലെ 2 സൈഡിലെ ബാരിയറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നല്ല ഫിനിഷിങ്ങിൽ നേരെ ഓപ്പോസിറ്റ് അതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടോ. നല്ല അടിപൊളി കാഴ്ച. ഇവിടെ കൊണ്ട് നേരെ നല്ല നീളത്തിൽ 6 വരിയുടെ ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും നമ്മൾ തുടക്കത്തിൽ കാണിച്ചതുപോലെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് കണ്ടില്ല മലാപ്പറമ്പത്തിന് മുമ്പ് ആ ഭാഗത്തൊക്കെ അതുപോലെ തന്നെ ഇവിടെ കേട്ടോ. ഇനി ഇവിടെ ഈ സൈഡ് കണ്ടില്ല, ഇവിടെ താഴ്ചയുള്ള ആ ഭാഗത്തും ബ്ലോക്ക് വലിച്ച് അല്ലെങ്കിൽ പാനൽ ഉപയോഗിച്ച് ഉയർത്തി ഈ ഏരിയ മണ്ണിട്ട് ഉയർത്തി വരാണ് കേട്ടോ. ആദ്യത്തെ റോഡാണിത്. ഇതിൻ്റെ ഒപ്പം അപ്പോൾ ഇവിടെ നിന്നൊക്കെ ആദ്യ റോഡ് ഉയർന്നൊരു ഭാഗമായതുകൊണ്ട് തന്നെ തൊട്ടടുത്ത് 3 ലൈനും കൂടി ഉയർത്തി വരുന്നതിന് വേണ്ടി ഇപ്പോൾ വയൽ പ്രദേശം ആ ഭാഗത്തുനിന്ന് ഇപ്പോൾ ബ്ലോക്കൊക്കെ പതിച്ച് ഇതേമാതിരി ഉയർത്തി വരിക കേട്ടോ. അപ്പോൾ ഓരോ ലെയറായിട്ട് ഇങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ചെറിയ അണ്ടർപാസുകളും കൾവർട്ടുകളൊക്കെ ഇതിൻ്റെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മാളിക്കടവ് മുഖവൂർ ആ ഭാഗത്ത് നമ്മൾ വേങ്ങേരി കഴിഞ്ഞാൽ പിന്നെ മാളിക്കടവ് അവിടെ ഇതുപോലെ ഒരു അണ്ടർപാസ് പുതുതായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ മുഖവൂരും വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഏരിയയിൽ എത്രത്തോളമാണ് പുതിയ വർക്കുകൾ, ഈ ഏറ്റവും പുതിയ വർക്കുകളൊക്കെ നിങ്ങളൊക്കെ ഇന്ന് കാണിക്കാനുള്ളത്. ഇവിടെ നിന്ന് നോക്കിയാൽ വീണ്ടും 6 വരിയുടെ ടാറിംഗ് വർക്ക് കഴിച്ച് 2 ഭാഗത്തെ ക്രാഷ് ബാരിയറൊക്കെ സെറ്റ് ചെയ്ത് അതുപോലെ സെൻട്രൽ ഡിവൈഡർ വെച്ച് വരാനുണ്ട്. അപ്പോൾ 6 വരിയിൽ ടാറിംഗ് വർക്ക് കഴിഞ്ഞാൽ കുറഞ്ഞൊരു ഏരിയ ആയിട്ടായി കാണുന്നത്. അപ്പോൾ നമ്മൾ വന്ന് തുടക്കം മുതൽ ഇവിടം വരെ ഏകദേശം മുക്കാലുണ്ട്, പകുതിയിലേറെയും 6 വരെ ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ട് ചിലയിടങ്ങളിലൊക്കെ സൈഡിലെ ബാരിന് കമ്പികൾ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലെ കോൺക്രീറ്റ് വർക്കുകളുണ്ട്. സൈഡാണ് ഇവിടെ നോക്കിയെങ്കിൽ അങ്ങനെ നമ്മൾ വേങ്ങരി ഫ്ലൈ ഓവറിൻ്റെ അടുത്തെത്തിട്ടോ. ഇവിടെയൊക്കെ കോൺക്രീറ്റ് പാനലാണ് സൈഡ് വാളിന് വെച്ചിട്ടുള്ളത്. അത് ഉയർത്തി അതിൻ്റെ മുകളിലാണ് ബാരിയർ സെറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് നിങ്ങൾ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ 3 ലൈനിലുള്ള 6 വരെ ടാറിംഗ് വർക്ക് കഴിഞ്ഞ് വാഹനങ്ങൾ ഇതിൻ്റെ അടിഭാഗത്ത് കൂടിയാണ് കടന്നു പോകുന്നത്. ഇവിടെ നോക്കിയെങ്കിൽ ചെറിയ പില്ലറുകൾ സെൻറ്റർ ഭാഗത്ത് കൊടുത്തൊരു 10ഓളം പില്ലർ കൊടുത്തിട്ടാണ് ഗർഡറുകൾ, പ്ലാങ്ക് ആണോ അറിയില്ല, പ്ലാങ്ക് വെച്ച് അതിൻ്റെ മുകളിൽ ആ ഷീറ്റൊക്കെ വിരിച്ച് കോൺക്രീറ്റ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് 3 ലൈൻ കഴിഞ്ഞിട്ടുണ്ടോ. നേരെ ഓപ്പോസിറ്റ് അതിൻ്റെ വർക്കുകൾ വളരെ തറയിൽ നടക്കുകയാണ്. അപ്പോൾ ഇതുപോലെ പാനലുകളും ഏലും വെക്കാനുണ്ട്. അപ്പോൾ അതിനൊക്കെ നല്ല താഴ്ചയിൽ മണ്ണെടുത്ത് വന്നൊരു കാഴ്ചകളൊക്കെയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഒരു സൈഡിലെ 3 ലൈനിൻ്റെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയുള്ളൂ. അടുത്ത വർക്ക് ഉടൻ ആരംഭിക്കും. അതിൻ്റെ പണികളൊക്കെ അവിടെ തകറിൽ നടന്നുകൊണ്ടിരിക്കുക. മണ്ണൊക്കെ സൈഡിൽ നിന്ന് താഴ്ചയിലെടുത്ത ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടല്ലോ. പിന്നെ വീണ്ടും ഇവിടെ നിന്ന് 6 വരിയുടെ ടാറിംഗ് വർക്ക് കഴിഞ്ഞ ഏരിയ കൂടെ കടന്നു പോകാനുള്ളത്. അപ്പോൾ ഗായ്സ്, ഇനി നമുക്ക് മുഖവൂര് അതുപോലെ മാളിക്കടവ് ഭാഗത്തെ വീഡിയോകളൊക്കെ നിങ്ങൾ കാണിക്കാനുള്ളത്. ഇവിടെ ഡ്രെയിനേജിൻ്റെ വർക്കുകൾ അതിൻ്റെ മെയിൻ സ്ലാബിൻ്റെ വാർപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ.
അതുപോലെ ചിലയിടത്ത് ചില കുറഞ്ഞ ഭാഗങ്ങളിലൊക്കെ ഈ ബാരിയറിൻ്റെ കമ്പി വരുന്നതിനുള്ള കോൺക്രീറ്റ് വർക്ക് പൂർത്തീകരിക്കാനുണ്ട്. അതുപോലെ ഇവിടുന്ന് അങ്ങോട്ട് വീണ്ടും ഇനി ടാറിംഗ് വർക്ക് കഴിഞ്ഞ ഒരു ഏരിയയിൽ കൂടി തന്നെ കടന്നു പോകുന്നുള്ളത്. അങ്ങോട്ട് നോക്കി എത്രയോ ദൂരം ഉണ്ടല്ലേ. ഇവിടുത്തെ ഒരു പ്രത്യേകത പറഞ്ഞാൽ കൂടുതൽ മണ്ണ് ഈ ഭാഗത്തേക്ക് ആവശ്യമുണ്ട്. കാരണം ഉയരത്തിലുള്ളത് കൊണ്ട് തന്നെ നിലവിലുള്ള റോഡിനൊപ്പിച്ച് ഉയർത്തി വരാൻ മണ്ണിട്ട് ഉയർത്തി വരുന്നത് കൊണ്ട് തന്നെ നല്ല മണ്ണ് കൂടുതൽ വന്നൊരു സ്ഥലം കൂടിയിട്ട് ഈ മേഖല. അപ്പോൾ ഇവിടെയൊക്കെ നല്ല താഴ്ചയിൽ സൈഡ് വാളൊക്കെ ബ്ലോക്കിലും അതുപോലെ പാനലൊക്കെയാണ് ഇവിടെ ഉയർത്തി വരുന്നത്. നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കാണാം ബ്ലോക്ക് പതിച്ച് ഉയർത്തി അതിൻ്റെ മുകളിൽ ബാരിയർ സെറ്റ് ചെയ്ത് പോയ ഏരിയ. അപ്പോൾ ഇവിടുന്നൊക്കെ മണ്ണ് കിട്ടാൻ വളരെ കുറവാണ്. കാരണം ഓവർ പാസിലുള്ള ഭാഗത്താണ് ഇപ്പോൾ താഴ്ചയിൽ മണ്ണെടുക്കുമ്പോൾ മണ്ണെടുത്ത് കിട്ടുള്ളൂ. അണ്ടർപാസിന് വളരെ കുറവാണ്. അണ്ടർപാസ് ആകുമ്പോൾ ആ ഭാഗത്ത് ഉയർത്തി വരികയല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടേക്ക് മണ്ണ് ഈ ഏരിയയിലേക്ക് അത്യാവശ്യമായിരുന്നു. അതുകൊണ്ടാണ് കുറച്ച് വൈകിയത്. വർക്ക് ആരംഭിച്ചതോടെ 6 വരിയുടെ ടാറിംഗ് വർക്കുകളൊക്കെ നമ്മൾ പകുതിയിലേറെ പറഞ്ഞു. പക്ഷേ ഒരു 70% തന്നെ ടാറിംഗ് വർക്കുകളൊക്കെ ആയിട്ടുണ്ട്. ഇവിടെയൊക്കെ സൈഡ് വാൾ, ഇവിടെ കോൺക്രീറ്റ് വാളിലാണ് ഇപ്പോൾ സൈഡ് വാൾ ഉയർന്നു വന്നിട്ടുള്ളത്. അവിടുന്ന് അങ്ങോട്ട് ബ്ലോക്ക് പതിച്ചുയർത്തി അതിൻ്റെ മുകളിൽ ക്രാഷ് ബാരിയർ റെഡിമെയ്ഡ് കൊണ്ടുവന്നൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് കാണാം. നേരെ അല്ല റൈറ്റ് സൈഡിൽ. അപ്പോൾ സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്കുകളും ഈ സൈഡിലൊക്കെ കുറച്ച് താഴ്ചയിൽ മണ്ണെടുത്തൊരു ഭാഗം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മാളിക്കടവിൽ അവിടെ ഒരു അണ്ടർപാസ് ഉണ്ട്, അതുപോലെ മുഖവൂരിലുണ്ട്. അപ്പോൾ ആ ഭാഗത്തെ വർക്കുകളും കണ്ട് അവിടെ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഏകദേശം നമ്മൾ മാളിക്കടവ് എത്തി. അവിടുന്ന് മുഖവൂരിൽ വരെ ഒന്ന് പോയി വെക്കാം. അപ്പോൾ തൊണ്ടയാട് മുതൽ ഇവിടം വരെ 6 വരെ ടാറിംഗ് വർക്കുകളൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സൈഡ് വാളിൻ്റെയും സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്കുകളാണ് കാര്യമായിട്ട് നടക്കാനുള്ളത്. ചിലയിടത്ത് പൂർത്തീകരിച്ചിട്ടുണ്ട് കിലോമീറ്ററോളം. ചില ഭാഗങ്ങൾ ഇതിപ്പോൾ ഈ ഭാഗത്തുള്ള ഡിവൈഡർ വെച്ച് വന്നിട്ടില്ല കേട്ടോ. ഇവിടെ കഴിഞ്ഞ് ഡിവൈഡർ വെച്ച് വരാനുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഇനി മാളിക്കടവിലുള്ള അപ്പോൾ മാളിക്കടവിലെത്തിട്ടോ. ഇവിടെ നോക്കി നിങ്ങൾ നിലവിലുള്ള റോഡിൻ്റെ ലെഫ്റ്റ് ഭാഗത്ത് ഒരു 2 മീറ്റർ ഹൈറ്റിലാണ് ഇവിടുന്ന് റോഡ് പോകുന്നത്. അപ്പോൾ അതിനൊപ്പിച്ച് നിലവിലുള്ള ഈ റോഡിന് റെഡിയാക്കി ലെവലാക്കി മാളിക്കടവിൽ ഇവിടെ ഒരു അണ്ടർപാസ്, ആദ്യത്തെ ഒരു അണ്ടർപാസിൻ്റെ പണികൾ പൂർത്തീകരിച്ചു. അങ്ങനെ പുതിയതായിട്ടുള്ള അണ്ടർപാസിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ചെറുതും വലുതുമായിട്ടുള്ള വലിയൊരു അണ്ടർപാസൊക്കെയാണ് ഇനി ഇവിടെ വരുന്നത്. അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെയാണ് വളരെ തകൃതിയായി നടക്കുക കേട്ടോ. അപ്പോൾ നമ്മളിവിടുന്ന് മുഖവൂർ അവിടുന്ന് അങ്ങോട്ടുള്ളൊരു വീഡിയോ പിന്നെ നിങ്ങളെ കാണിക്കാം. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ തൊണ്ടയാട് മുതൽ മാളിക്കടവ് വരെയുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. കമൻറ്റ് ബോക്സിൽ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇൻഷാ അല്ലാഹ്.